ഇന്നിപ്പോൾ ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ വിഷയം ചർച്ചയായില്ല. സ്വാഭാവികമായും അത് ആരോഗ്യവകുപ്പ് മന്ത്രാലയവുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്, ധനമന്ത്രാലയവുമായിട്ടല്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ വിഷയം എങ്ങനെയാണ് ആശാവർക്കർമാർ കാണുന്നത്? അശ്വിൻ. അരുൺ, ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഒരു മാസം പിന്നിടുകയാണ്. ഇന്ന് 31ാം ദിവസവും ഈ സമരവുമായി ആശമാർ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ തന്നെയുണ്ട്. 17ാം തീയതിയാണ് ആശമാരുടെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് നിയമലംഘനം നടത്തുക തന്നെ ചെയ്യും എന്ന് ഉറച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും ദിവസമായി ഒരു മാസം പിന്നിട്ടിട്ടും സർക്കാർ ഈ ഒരു കാര്യത്തിൽ അനങ്ങുന്നില്ല, ഇടപെടുന്നില്ല എന്നുള്ളതാണ് ആശമാരുടെ കാര്യം. ഈ ഒരു ഘട്ടത്തിലാണ് ഈ സമരം അത് കടുപ്പിക്കാൻ, രണ്ടാം ഘട്ട സമരത്തിലേക്ക് അവരെ പ്രചോദിപ്പിച്ചത് എന്നുള്ളതാണ് ആശമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ 31 ദിവസം ആയിരിക്കുകയാണ് സമരം, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഈ ഉപരോധ സമരവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്? തീർച്ചയായിട്ടും ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 17ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ്. സംസ്ഥാനമെമ്പാടുള്ള ആശമാർ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. കാരണം ഈ 31 ദിവസം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സംസ്ഥാന സർക്കാരിന് മുന്നിൽ, ഞങ്ങൾ ജനാധിപത്യം വരെ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിൻ്റെ മുന്നിലാണ് സമരം ചെയ്യുന്നത്. വളരെ സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുന്നത്. ഈ പരീക്ഷാക്കാലമാണ്, നൊയമ്പ് കാലമാണ്, അതികഠിനമായ വേനലും മഴയും ഒക്കെ പെയ്തു. ഇത്രയും ഒരു സഹനം നടത്തിയിട്ടും സർക്കാരിന് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ, ഈ ലോകം മുഴുവൻ ഞങ്ങളുടെ ഈ സമരം ശരിയാണ്, ന്യായമാണ്, അത് പിന്തുണച്ചുകൊണ്ട് വരുമ്പോൾ എന്തിനാണ് സർക്കാർ പിടിവാശി എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നാളെ ആറ്റുകാൽ പൊങ്കാലയും കൂടിയാണ്. അപ്പോൾ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിഷേധങ്ങളോ സമരങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അതോ ഈ ഇവിടെ ഇരിക്കുന്ന ആശമാർക്ക് പൊങ്കാല ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നല്ലൊരു ശതമാനം ആശാവർക്കർമാരും പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. എല്ലാ വർഷവും പൊങ്കാല ഇടുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ സമരപ്പന്തലിൻ്റെ മുന്നിൽ നാളെ അവർ പൊങ്കാല ഇടും. അതെന്തെങ്കിലും പ്രതിഷേധത്തിൻ്റെ ഭാഗമാണോ അതോ? പ്രതിഷേധത്തിൻ്റെ ഭാഗമല്ല, സമരപ്പന്തൽ ഇവിടെ ഉണ്ടാകും. സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആശമാർ പൊങ്കാലയും ഇടും. എന്തായാലും സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടുപ്പിക്കുക തന്നെയാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും ഇനി ഉയർന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഉപരോധം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം തീരുമാനിക്കും. എന്തായാലും ആശമാർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു സമരവും ഉപരോധ സമരവുമായി മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യും. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സമരപ്പന്തലിൽ ഇരിക്കുന്ന ആശമാർക്ക് മുൻവശത്തായി തന്നെ പൊങ്കാല ഇടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് അവർ നാളെ ആറ്റുകാൽ പൊങ്കാല, അതിനുള്ള കലങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി സുരേഷ് ഗോപി എംപിയുടെ നേതൃത്വത്തിൽ ഇവിടെ 100 കിറ്റുകൾ, പൊങ്കാല കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇന്നും ഈ സമരപ്പന്തലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ഒരു അപേക്ഷയും മുന്നിലേക്ക് വെക്കുന്നു. കാരണം കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ തന്നെ സർക്കാർ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായി ഒരു പ്രശ്നപരിഹാരം നടത്തണം എന്നുള്ളതും ആവശ്യപ്പെടുകയും ചെയ്തു. അരുൺ.